ഇന്നൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് എങ്ങനെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ നല്ല രുചിയോട് കൂടി ഉണ്ടാക്കാൻ നോക്കാം. ഈ റെസിപ്പിയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നടന്ന വീഡിയോക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഈ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കൈകി എടുത്തിട്ട് വരാം. ഇത് കൈകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം പോരാ. ഇത് 1 മണിക്കൂർ നമുക്കിതൊന്ന് കുതിർക്കാൻ വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരി വേവിക്കാൻ വേണ്ടി വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഈ അരിയിട്ട് വെള്ളം തിളക്കുന്ന ടൈമോ വേണ്ടു. അരി വെന്തിട്ടുണ്ട്. ഒരു 80% വെന്താൽ മതി കേട്ടോ. ഇത് വെള്ളം കളയാൻ വേണ്ടി ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ പ്ലേറ്റിലോ ട്രേയിലോ നിന്ന് നിരത്തി വെക്കണം കേട്ടോ, തണയാൻ വേണ്ടി. ഇനി ഒരു കടായിയുടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ കൂടെ ചൂടായിട്ടുണ്ട്. 2 മുട്ട ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. മുട്ട വെന്തിട്ടുണ്ട്. ഇനി മുട്ട വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാൻ തന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത ഗാർലിക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് ഭാഗം ചെറുതായി കട്ട് ചെയ്ത് 1 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ, ഇട്ട് കൊടുക്കാം. 1 കപ്പ് ബീൻസ് ചെറുതായി കട്ട് ചെയ്തത്. 1 കപ്പ് ക്യാബേജ് ചോപ്പ് ചെയ്തത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. Capsicum 1/4 കപ്പ്,
ഇത് ചെറുതായി പൊടിയായി വരുന്നതാണ് കേട്ടോ. ഇനി ഇതിലൊന്ന് മിക്സ് ചെയ്യാം. 2 മിനിറ്റോളം ഇത് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് പൊടിയായി അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടി. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ കുരുമുളകും ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. ഇതിലൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിലൊന്നും മിക്സ് ചെയ്യാം. ഫ്രൈഡ് റൈസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് സെർവ് ചെയ്യാം. പെർഫെക്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. Thanks for watching.